ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കെ നെക്സ്റ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഏസാർ ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ +2 ഓണപരീക്ഷ നടത്തിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ബയോളജിയിൽ നിന്ന് ഉറപ്പായും ചോദിക്കുന്ന ഷുവർ ഷോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ദ മോസ്റ്റ് റിപ്പീറ്റഡ് 5 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഒബ്സർവ് ദ ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ ഓഫ് വേരിയസ് ഇവന്റ്സ് ഡ്യൂറിംഗ് എ മെൻസ്ട്രൽ സൈക്കിൾ. ഇപ്പൊ മെൻസ്ട്രൽ സൈക്കിൾ, അതിന്റെ ഫേസസ്, ഓരോ ഫേസിലും നടക്കുന്ന ഇവന്റ്സ് ആൻഡ് ഓൾസോ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ എ ആൻഡ് ബി ഇൻ ദ ഗ്രാഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതില് ഒവേറിയൻ ഹോർമോൺ ലെവലും അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഹോർമോൺ ലെവലും നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ ഒവേറിയൻ ഹോർമോൺ ലെവൽസിൽ നിന്നാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എയും ബിയും ഏതൊക്കെ ഹോർമോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എ എന്ന് പറയുന്ന ഹോർമോൺ ഓവുലേഷൻ സമയത്ത് പീക്കിൽ പോയിട്ടുണ്ട്. അപ്പൊ അത് ഏത് ഹോർമോൺ ആണ് മക്കളെ? അത് ഈസ്ട്രോജൻ അല്ലേ? ദാറ്റ് ഇസ് ഈസ്ട്രോജൻ. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ, ബി എന്ന് പറയുന്ന ഹോർമോൺ ല്യൂട്ടിയൽ ഫേസിൽ പീക്കിൽ പോയിട്ടുണ്ടല്ലോ. യെസ്, അത് ഏത് ഹോർമോൺ ആണ്? ദാറ്റ് ഇസ് പ്രൊജസ്ട്രോൺ. അത് പ്രൊജസ്ട്രോൺ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഐഡന്റിഫൈ ദ സ്ട്രക്ചർ സി ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. അപ്പൊ സി എന്ന് പറയുന്നത് എന്ത് സ്ട്രക്ചർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഫംഗ്ഷനും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാം ഓവുലേഷന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? അതായത് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യും, ഓവത്തിനെ റിലീസ് ചെയ്യും. ഓക്കെ, റപ്ചർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ പിന്നീട് എന്തായിട്ട് മാറുന്നുണ്ട്? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. അതാണ് ല്യൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കോർപ്പസ് ലൂട്ടിയം ആണ് എന്തിനെ സെക്രീറ്റ് ചെയ്യുക? പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യാം. ഈ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ നമുക്ക് എന്തിനാണ് ആവശ്യം? പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമല്ലേ? ഇംപ്ലാന്റേഷൻ ഒക്കെ ആവശ്യമല്ലേ? യെസ്, അപ്പം ഇതിന്റെ ഫംഗ്ഷൻ മെയിൻറ്റെയിൻസ് പ്രഗ്നൻസി അല്ലേ. അപ്പൊ കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്? ഇറ്റ് റിലീസ് ദ ഹോർമോൺ പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോണിന്റെ ഫംഗ്ഷൻ ചോദിക്കുകയാണെങ്കിലോ മെയിൻറ്റെയിൻ പ്രഗ്നൻസി. ഓക്കെ, മെയിൻറ്റെയിൻ പ്രഗ്നൻസി. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ ഓവുലേറ്ററി ഫേസിൽ നടക്കുന്നത് എന്താണ്? ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്നു, ഓവത്തിനെ റിലീസ് ചെയ്യുന്നു, ഓവുലേഷൻ ആണ് നടക്കുന്നത്. ല്യൂട്ടിയൽ ഫേസിൽ നടക്കുന്നത് എന്താണ്? യെസ്, റപ്ചർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായി മാറും? കോർപ്പസ് ലൂട്ടിയമായി മാറുന്നു. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. വിച്ച് പിറ്റ്യൂട്ടറി ഹോർമോൺ സെക്രീറ്റഡ് ഇൻ ഇറ്റ്സ് മാക്സിമം ലെവൽ ഡ്യൂറിംഗ് ദി ടൈം ഓഫ് ഓവുലേഷൻ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പിറ്റ്യൂട്ടറി ഹോർമോണിനെ കുറിച്ചാണ്. അതായത് ഓവുലേഷന്റെ സമയത്ത് സെക്രീറ്റ് ആവുന്ന പിറ്റ്യൂട്ടറി ഹോർമോൺ ഏതാണടാ? യെസ്, അതായത് ഓവുലേഷന്റെ സമയത്ത് ഇങ്ങനെ പീക്കിൽ പോകുന്ന പിറ്റ്യൂട്ടറി ഹോർമോൺ LH ആണ്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? LH സർജ് അല്ലെ. ഈ LH ആണ് എന്ത് സ്റ്റിമുലേറ്റ് ചെയ്യുക? ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മെൻസ്ട്രൽ സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫ് അടക്കം പഠിച്ചു വെച്ചോളാം. ഡയഗ്രാം ഷോൺ ബിലോ ഇസ് എ സർജിക്കൽ മെത്തേഡ് യൂസ്ഡ് ഫോർ ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ. അതായത് ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ അത് ഏത് പ്രോസസ് ആണെന്നാ ചോദിച്ചിരിക്കുന്നത്? ഏത് മെത്തേഡ് ആണെന്നാ ചോദിച്ചിരിക്കുന്നത്? നമുക്കറിയാം, അതായത് ഫീമെയില് കോൺട്രാസെപ്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഫെലോപ്പിയൻ ട്യൂബ് ഇങ്ങനെ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. അതാണ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫെലോപ്പിയൻ ട്യൂബ് അല്ലേ ഇവിടെ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നത്. സോ ഇൻ ഫീമെയിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് ട്യൂബെക്ടമി. അത് ട്യൂബെക്ടമി എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ സർജിക്കൽ മെത്തേഡ് ഓഫ് മെയിൽ സ്റ്റെറിലൈസേഷൻ കോൾഡ്? അതായത് മെയില് ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രാസെപ്ഷൻ ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ വാസ് ഡിഫറൻസ് അല്ലേ, ഫോർ ദ പ്രഗ്നൻസീസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വാസ് ഡിഫറൻസ് എന്ത് ചെയ്യും? കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നു. യെസ്, ആ ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സർജിക്കൽ മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇറ്റ് ഇസ് കോൾഡ് ആസ് വാസെക്ടമി. ഓക്കെ, മെൻഷൻ any 2 copper releasing IUDs used to prevent conception. അതായത് തേർഡ് ക്വസ്റ്റ്യനിൽ അവർ കോപ്പർ റിലീസിങ് IUDന്റെ 2 എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ നമുക്ക് പറയാം? കോപ്പർ T പറയാം, യെസ് കോപ്പർ 7 പറയാം അല്ലെ, മൾട്ടി ലോഡ് 375 പറഞ്ഞൂടെ? നമ്മൾ 3 എക്സാമ്പിൾസ് പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പം ഈ IUDയിലെ 3 ടൈപ്പും, ഹോർമോൺ റിലീസിങ് അതിന്റെ എക്സാമ്പിൾ, കോപ്പർ റിലീസിങ് അതിന്റെ എക്സാമ്പിൾ അല്ലെ. അതേപോലെ തന്നെ ഒന്നുകൂടി ഉണ്ടല്ലോടാ, എന്താണ്? നോൺ മെഡിക്കേറ്റഡ് IUD അതിന്റെ എക്സാമ്പിൾ ഒക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. പഠിച്ചു വെച്ചോളൂ കേട്ടോ. ആൻഡ് ഓൾസോ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിലും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ STIs? STIs എന്താ? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആണ് STIs അല്ലടാ, അല്ലെങ്കിൽ STD. STD എന്ന് പറയുമ്പോൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഓക്കെ, അപ്പൊ മക്കളെ നോക്കിക്കേ, എന്താണ് ഈ STI എന്ന് പറയാ? എന്താണത്? അതായത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് വഴി ഒരു പാർട്ട്ണറിൽ നിന്ന് മറ്റൊരു പാർട്ട്ണറിലേക്ക് ട്രാൻസ്മിറ്റ് ആവുന്ന ഡിസീസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഇൻഫെക്ഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് വിളിക്കുന്നത് അല്ലേ. യെസ്, എന്താണ്? ദ ഇൻഫെക്ഷൻസ് transmitted
from one partner to the other through an unprotected sexual intercourse. Okay. Give two examples എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതൊക്കെ എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും? യെസ്, നമുക്ക് HIV പറയാം, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി പറയാം, ജനൈറ്റൽ ഹെർപ്പസ് പറയാം, ജനൈറ്റൽ വാർഡ്സ് പറയാം, സൈഫിലിസ് ഉണ്ട് അല്ലേ, സൈഫിലിസ്. ഓക്കെ, പിന്നെ ക്ലെമിഡയാസിസ്, ട്രൈക്കോമോണിയാസിസ് അല്ലേ. ഏതെങ്കിലും രണ്ടെണ്ണം ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. മക്കൾ എന്ത് ചെയ്യണം? 4 എണ്ണം പഠിക്കണം. കാരണം 4 എണ്ണം ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, റൈറ്റിന് 2 പ്രിവെന്റീവ് മെഷേഴ്സ് ഓഫ് STIs എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, ഓൾവേസ് യൂസ് കോണ്ടംസ് അല്ലേ. സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള രോഗങ്ങൾ പടരാതിരിക്കാനായിട്ട് കോണ്ടംസ് യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ അൺനോൺ പാർട്ട്ണർ, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് എന്ത് ചെയ്യണം? ഒഴിവാക്കണം അല്ലേ. അവോയ്ഡ് sexual intercourse with multiple partners or unknown partners. Okay, ഇനി നമുക്ക് കുറേ പോയിന്റ്സ് ഉണ്ട്. എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഈ രോഗം പടരും. സോ പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാര് അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്, ഒരാൾ യൂസ് ചെയ്ത സിറിഞ്ചോ നീഡിലോ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊരാൾ യൂസ് ചെയ്യാൻ പാടില്ല അല്ലേ. സോ അവോയ്ഡ് യൂസിങ് സിറിഞ്ചസ് ഓർ നീഡിൽസ് യൂസ്ഡ് ബൈ others. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ 2-3 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി വെച്ചോളൂ. ആൻഡ് ഓൾസോ ഒരു 5 എണ്ണെങ്കിലും മിനിമം പഠിച്ചു വെച്ചോളൂ. ഇപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു 2 എണ്ണേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ ഒരു 3 എണ്ണെങ്കിലും നിങ്ങൾ എഴുതി വെച്ചോളൂ എക്സാമിന് കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് ഒരു പോയിന്റും കൂടി ഉണ്ട്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻ കേസ് ഒരു സിംറ്റം കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ രോഗം വന്ന ആൾക്ക് ഏർലി സിംറ്റംസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മെഡിക്കേഷൻസ് എടുക്കുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, ക്രോസ് ബിറ്റ്വീൻ റെഡ് ഫ്ലവർ ആൻഡ് വൈറ്റ് ഫ്ലവർ ബെയറിംഗ് പ്ലാന്റ്സ് ഓഫ് സ്നാപ് ഡ്രാഗൺ പ്രൊഡ്യൂസ്ഡ് all plants with pink flowers in F1 generation. അതായത് റെഡ് ഫ്ലവർ സ്നാപ് ഡ്രാഗൺ പ്ലാന്റിന് നമ്മൾ വൈറ്റ് ഫ്ലവർ സ്നാപ് ഡ്രാഗൺ പ്ലാന്റുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്തു. അപ്പൊ നമുക്ക് F1 ജനറേഷനിൽ കിട്ടിയിരിക്കുന്നത് എന്താണ്? പിങ്ക് ഫ്ലവേഴ്സ് ആണ്. നെയിം ദ ജനറ്റിക് ഫിനോമിനൻ ഓഫ് ദിസ് ക്രോസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഏത് നോൺ മെന്റിയലിൻ ഇൻഹെറിറ്റൻസ് ആയിട്ടാണ് പഠിച്ചിരിക്കുന്നത്? ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അല്ലേ. ഇതെന്താണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഓക്കെ, ഇലുസ്ട്രേറ്റ് F2 generation of this cross using Punnett square. ഇപ്പൊ F2 generation നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? റെഡ് ഫ്ലവർ പ്ലാന്റിനെയും വൈറ്റ് ഫ്ലവർ പ്ലാന്റിനെയും നമ്മൾ ക്രോസ് ചെയ്യാണ് അല്ലെ. ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ആർ. ഇപ്പൊ ഗാമീഡ്സ് എങ്ങനെ വരുവാടാ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരും അല്ലെ. യെസ്, ക്രോസ് ചെയ്തപ്പം F1 ജനറേഷനിൽ നമുക്ക് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലേ കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആറിന്റെ മേലെ കംപ്ലീറ്റ് ആയിട്ട് ഡൊമിനന്റ് അല്ല. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണ് കാണിക്കുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ കിട്ടി അല്ലെ. അപ്പൊ ഈ കിട്ടിയ കുഞ്ഞുങ്ങൾ F1 ജനറേഷൻ എന്ത് ചെയ്യുന്നില്ല? പാരന്റ്സിനെ റിസംബിൾ ചെയ്യുന്നില്ല. സോ പിങ്ക് ഫ്ലവേർഡ് പ്ലാന്റ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ എക്സാമ്പിൾ മക്കൾ നോട്ട് ചെയ്യുക. സ്നാപ് ഡ്രാഗൺ അല്ലെങ്കിൽ നമ്മളെ 4 o'clock പ്ലാന്റ് ഇല്ലേ, മിറാബിലിസ് ജലാപ്പ, ഈ 2 എക്സാമ്പിൾ എന്തായാലും പഠിച്ചു വെച്ചോളൂ കേട്ടോ. കാരണം ചിലപ്പോൾ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് F2 ജനറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, F1 ഇൻറ്റു F1 സെൽഫ് പോളിനേറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, ഇപ്പൊ ഗാമീറ്റ്സ് ഏതൊക്കെയാ വരുന്നത്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പൊ എന്ത് ചെയ്യുക? ഇതിനെ Punnett സ്ക്വയർ വരയ്ക്കുക. ഓക്കെ, Punnett സ്ക്വയർ വരയ്ക്കുന്നു. നോക്കിക്കേ മക്കളെ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ആർ വന്നാൽ എന്താണ്? റെഡ് ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് അല്ലേ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാൽ, അല്ല ക്യാപിറ്റൽ ആർ വന്നാൽ റെഡ് ഫ്ലവറൽ പ്ലാന്റും, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാൽ എന്താണ്? പിങ്ക് ഫ്ലവേർഡ് പ്ലാന്റ് ആണ്. ഓക്കെ, പിങ്ക് ഫ്ലവേർഡ് പ്ലാന്റ് ആണ്. ആൻഡ് സ്മോൾ ആർ വന്നാലോ വൈറ്റ്. ഓക്കെ, വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എങ്ങനെയാ? ഒരു റെഡ്, 2 പിങ്ക്, ഒരു വൈറ്റ്. ഓക്കെ, 1 capital R is to 2 capital R small r is to
1 smaller. അപ്പൊ phenotypic ratio, genotypic ratio both are same, that is 1:2:1. ഓക്കെ, അപ്പൊ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോളാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Characters of certain genetic disorders are given below. Identify the given disorders. അപ്പൊ നമുക്കിവിടെ 3 ജനറ്റിക് ഡിസോർഡറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. നമ്മൾ ഏതാണ് ഡിസോർഡർ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ, സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ദാറ്റ് എഫക്ട് ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. അല്ലെ, അതായത് ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ പോലും നമുക്ക് ധാരാളം രക്തം നഷ്ടപ്പെടുന്നു. ഓക്കെ, ഇത് ഏത് രോഗമാണ്? ദിസ് ഇസ് ഹീമോഫീലിയ. അല്ലെ, ഹീമോഫീലിയ, ഇത് ഹീമോഫീലിയ ആണ്. അതായത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ അഥവാ ക്ലോട്ടിംഗ് ഫാക്ടർ, പ്രോട്ടീൻ അഥവാ ക്ലോട്ടിംഗ് ഫാക്ടർ ഉണ്ടാവാത്ത അവസ്ഥയാണ്. കാരണം എന്താണ്? ഈ പ്രോട്ടീൻ അഥവാ ക്ലോട്ടിംഗ് ഫാക്ടറിനെ ഉണ്ടാക്കുന്ന ജീൻ ഡിഫക്റ്റീവ് ആയി പോകുന്നു, അല്ലെ, മ്യൂട്ടേറ്റഡ് ആയി പോകുന്നു. അപ്പൊ ജീന് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ ആ ജീൻ എന്തുണ്ടാക്കുന്നില്ല? ഈ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ അഥവാ ക്ലോട്ടിംഗ് ഫാക്ടർ ഉണ്ടാക്കുന്നില്ല. അപ്പൊ രക്തം കട്ട പിടിക്കുന്നില്ല. അപ്പൊ ചെറിയ മുറിവിലൂടെ പോലും ധാരാളം എന്താണ് രക്തം നഷ്ടപ്പെടുന്നു. ഇതാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അടുത്തത്, the disorder caused by the substitution of glutamic acid by valine at the 6th position of beta globin chain of hemoglobin. അപ്പൊ നമുക്കറിയാം ഹീമോഗ്ലോബിനില് 4 സബ് യൂണിറ്റ്സ് ഉണ്ട് അല്ലെ, അതായത് 2 ആൽഫ ചെയിനും 2 ബീറ്റ ഗ്ലോബിൻ ചെയിനും ആണ് ഉള്ളത്. ഓക്കെ, ഇതില് ബീറ്റ ഗ്ലോബിൻ ചെയിനിനെ ഉണ്ടാക്കുന്ന ജീൻ മ്യൂട്ടേറ്റഡ് ആയി. അപ്പൊ അബ്നോർമൽ ബീറ്റ ഗ്ലോബിൻ ചെയിൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് അബ്നോർമൽ ബീറ്റ ഗ്ലോബിൻ ചെയിൻ എന്ന് പറയുമ്പോൾ 6th പൊസിഷനിൽ എന്തായിരുന്നു വരേണ്ടത്? ബീറ്റ ഗ്ലോബിൻ ചെയിന്റെ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ആയിരുന്നു വരേണ്ടത്. അതിന് പകരം ആര് വന്നിരിക്കുന്നു? വാലിൻ വന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? അതായത് RBC ഇങ്ങനെ ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പിൽ നിന്ന് ഇങ്ങനെ സിക്കിൾ ഷേപ്പിലേക്ക് മാറുന്നു. അപ്പൊ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയും. അത് മാത്രമല്ല, രക്തക്കുഴലുകളുടെ ഇടയിൽ ഈ സിക്കിൾ ഷേപ്പുള്ള RBC കെട്ടിക്കിടന്ന് ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവുക അല്ലെ. ഇതാണ് എന്തെന്ന് പറയുന്നത്? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. സോ ബി എന്താണ് ആൻസർ? സിക്കിൾ സെൽ അനീമിയ. See, the inborn error metabolism and affected individual lack an enzyme that converts phenylalanine to tyrosine. അപ്പൊ ജനിക്കുമ്പോൾ തന്നെയുള്ള ഒരു മെറ്റബോളിക് എറർ, മെറ്റബോളിക് ഡിസോർഡർ ആണല്ലേ. യെസ്, അപ്പൊ ഇത് എന്താണടാ? അതായത് നമ്മളെ ബോഡിയിൽ ഫിനൈൽ അലനിൻ ഉണ്ട്. അപ്പൊ ഈ ഫിനൈൽ അലനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് എന്തായിട്ട് മാറും? ടൈറോസിൻ. ടൈറോസിൻ പിന്നീട് എന്തായിട്ട് മാറും? മെലാനിൻ, സെറട്ടോണിൻ, അങ്ങനെ കുറെ പ്രോഡക്ട്സ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഫിനൈൽ അലനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ ടൈറോസിൻ ആക്കി മാറ്റുന്ന അമിനോ ആസിഡ് ആണ് ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന അമിനോ ആസിഡ്. ഓക്കെ, പക്ഷെ ഈ ഒരു എൻസൈമിനെ, സോറി അമിനോ ആസിഡ് എന്നായി പോയടാ, എൻസൈം ആണ് കേട്ടോ. അപ്പൊ ഫിനൈൽ അലനിനെ ടൈറോസിൻ ആക്കി മാറ്റുന്ന എൻസൈം ആണ് ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ്. അപ്പൊ ഈ ഒരു എൻസൈമിനെ ഉണ്ടാക്കുന്ന ജീൻ ഡിഫക്റ്റീവ് ആയി. ഓക്കെ, അപ്പൊ ജീന് മ്യൂട്ടേറ്റഡ് ആയപ്പോൾ ഈ ഒരു എൻസൈം അവിടെ ഉണ്ടാവുന്നില്ല, എൻസൈം ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഫിനൈൽ അലനിന് ടൈറോസിൻ ആയിട്ട് മാറാൻ സംഭവിക്കുന്നില്ല അല്ലെ, മാറാൻ പറ്റുന്നില്ല. ആൻഡ് മെലാനിൻ, സെറട്ടോണിൻ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ഈ ഫിനൈൽ അലനിൻ എന്ത് ചെയ്യും? കെട്ടിക്കിടക്കും. എന്നിട്ട് എന്തായി മാറും? ഫിനൈൽ പൈറുവിക് ആസിഡ്. ഓക്കെ, ഫിനൈൽ പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. ഇത് ബ്രെയിനിലൊക്കെ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് സംഭവിക്കും? മെന്റൽ റിട്ടാർഡേഷൻ ഒക്കെ വരുന്നു അല്ലെ. അത് മാത്രമല്ല, ഈ ഫിനൈൽ പൈറുവിക് ആസിഡ് നമ്മുടെ യൂറിനിലൂടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ എക്സ്ക്രീറ്റ് ആകും. പിഗ്മെന്റേഷൻ എന്താ പറയുക, കുറയുന്നു അല്ലെ. നമ്മുടെ സ്കിന്നിന്റെ ഹെയറിന്റെ ഒക്കെ പിഗ്മെന്റേഷൻ കുറയും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിസോർഡർ ഏതാണടാ? ദിസ് ഇസ് ഫിനൈൽ കീറ്റോന്യൂറിയ, PKU അല്ലെ, ഫിനൈൽ കീറ്റോന്യൂറിയ. ഫുൾ എഴുതണോ? യെസ്, ഫിനൈൽ കീറ്റോന്യൂറിയ എന്ന് പറയുന്ന ജനറ്റിക് ഡിസോർഡർ ആണ് കേട്ടോ. അപ്പൊ സി എന്ന് പറയുന്നത് എന്താണ്? ഫിനൈൽ കീറ്റോന്യൂറിയ. ഓക്കെ, അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അപ്പൊ മക്കളെ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുപോലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ, ബൈ.